നമസ്കാരം. സൺഡേ സെറ്റ് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ പക്കോറ, മിക്സ് വെജിറ്റബിൾ പക്കോറ. ചില സ്ഥലങ്ങളിൽ ഇത് വെജിറ്റബിൾ പക്കോട എന്നും പറയും. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. കടലമാവ് 2 കപ്പ്, അരിപ്പൊടി 1/4 കപ്പ്, കായം പൗഡർ 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, വറ്റൽമുളക് ചതച്ചത് 1 ടീസ്പൂൺ, ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തത് 2 എണ്ണം, കറിവേപ്പില വളരെ തിന്നായിട്ട് കട്ട് ചെയ്തത് 2 തണ്ട്, സവോള നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്തത് 1 വലുത്, പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തത് 3 എണ്ണം, സ്പീനച്ച് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 1/4 കപ്പ്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് 1/2 കപ്പ്, വഴുതനങ്ങ വളരെ തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തത് 1/4 കപ്പ്, ഗ്രീൻ ബെൽ പെപ്പർ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തത് 1/4 കപ്പ്, റെഡ് ബെൽ പെപ്പർ വളരെ തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തത് 1/4 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ഡീപ് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ളത്. ആദ്യം നമുക്ക് പക്കോറയ്ക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒരു വലിയ ബൗളിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ, ക്യാരറ്റ്, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ, ഗ്രീൻ ബെൽ പെപ്പർ, റെഡ് ബെൽ പെപ്പർ, സ്പീനച്ച്, ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചതച്ച വറ്റൽമുളക്, കുരുമുളക് പൊടി, ഗരം മസാല, കായം പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കടലമാവ് ഇതുപോലെ കുറേശ്ശെയായി ഇട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരിപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതെല്ലാം ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ പക്കോറയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പക്കോറ തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഒരു ഫ്രൈങ് പാനിലോട്ട് ഡീപ് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് ചൂടാക്കുക.
നമുക്കിപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിനു വേണ്ടി ഈ ബാറ്ററിൽ ഒരു വളരെ ചെറിയ ഒരു പീസ് ഇതുപോലെ എണ്ണയിൽ ഇട്ട് കൊടുക്കാം. ബാറ്റർ ഇതുപോലെ പെട്ടെന്ന് പൊങ്ങി മുകളിലോട്ട് വന്നാൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി പക്കോറ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് പക്കോറയുടെ ബാറ്റർ ഇതുപോലെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒത്തിരി തിക്കായിട്ട് ബാറ്റർ എണ്ണയിൽ ഇടരുത്. തിക്കായി കഴിഞ്ഞാൽ പക്കോറയുടെ ഉള്ള് ശരിക്കും വേവുകയില്ല. അതുകൊണ്ട് ബാറ്റർ വളരെ കട്ടി കുറച്ച് വേണം എണ്ണയിലിട്ട് കൊടുക്കാൻ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെയും ഫ്രൈ ചെയ്തെടുക്കുക. രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇതുപോലെ ഇട്ട് കൊടുക്കണം. രണ്ട് സൈഡും ഇതുപോലെ ഗോൾഡൻ കളർ ആകണം. പക്കോറ ഇപ്പോൾ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പേപ്പർ ടവലിട്ട പാത്രത്തിലോട്ട് കോരി മാറ്റി വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ള ബാറ്റർ മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത പക്കോറയാണ്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ പക്കോറ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.